ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ 3 വയസ്സ് മുതൽ അഭ്യസിക്കുന്നതാണ്. കലാമണ്ഡലം സുഗന്ധി ടീച്ചറാണ് എൻ്റെ ആദ്യ ഗുരു. ടീച്ചറുടെ അടുത്തു നിന്നാണ് ഡാൻസ് എന്താണ് എന്ന് പഠിച്ചത്. ഭരതനാട്യം എന്താണ് എന്നുള്ളത്, എങ്ങനെ കാല് വയ്ക്കണം, എങ്ങനെ കൈ പിടിക്കണം എന്നെല്ലാം പഠിച്ചതൊക്കെ. അന്ന് മുതലേ ഡാൻസിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ RLV ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ കോട്ടയം പ്രദീപ് സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് സാറിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് കൂടുതൽ സ്റ്റേജിൽ നമ്മളെങ്ങനെ ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഡാൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യത്തിലും. ഡാൻസിൽ സ്റ്റേജിലൊക്കെ ആണെങ്കിലും എല്ലാവരും പറയും ഞാൻ സ്റ്റേജിൽ ഭയങ്കര എക്സ്പ്രസീവായിട്ടാണ് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കഥ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പ്രസീവായിട്ടാണ് കഥ നമ്മൾ ഓഡിയൻസിനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ശരിക്കും സിനിമയിലും അഭിനയിക്കുന്നത്. സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഒരു സഭാഗം, ഒരു ഇൻഹിബിഷൻസ്, അതെല്ലാം ഇങ്ങനെ മാറിയിട്ടുണ്ട് സ്റ്റേജിൽ നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട്. അപ്പം അതുതന്നെയായിരിക്കും ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിലും വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ ചിലർ അഭിപ്രായം പറയാറുണ്ട്, സിനിമയിൽ വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഞാൻ ഉള്ളിൽ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വളരെ ഫ്രീ ആയിട്ടാണ് അഭിനയിക്കുന്നതായിട്ടാണ് ഓഡിയൻസിന് തോന്നുന്നത്. അതൊക്കെ സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ആയിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. പിന്നെ ഡാൻസ് ഇപ്പോൾ ഞാൻ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ, ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡാൻസ് ഒരിക്കലും നിർത്താനുള്ള ഒരു തീരുമാനമേ ഇല്ല. ഡാൻസിൻ്റെ കാര്യത്തിൽ ഇനിയും സ്റ്റേജിൽ എന്തെല്ലാം പുതിയ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ആലോചനയിലാണ്. അധികം വൈകാതെ തന്നെ ഡാൻസിൻ്റെ വേറൊരു രൂപവുമായിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതിൻ്റെ അണിയറയിലാണ് ഇപ്പോൾ. നമ്മളെല്ലാം ആലോചിക്കുന്നു. അതിൻ്റെ പുറകിലെ പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആയി കഴിഞ്ഞിട്ട് പറയാൻ തോന്നുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു സസ്പെൻസ് പോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡാൻസിനെ പറ്റിയിട്ടുള്ളൊരു മെയിൻ പ്ലാൻ മനസ്സിലുള്ളത്.